തിട്ടാല ഓരോ ദിവസവും എടുക്കുന്ന നിലപാടുകളിലൂടെ അല്ലെങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്നതിലൂടെ ഓരോ ദിവസവും നടത്തുന്ന പ്രസ്താവനകളിലൂടെ ലോകത്തെ അമ്പരപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇതിനു മുമ്പുള്ള അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷമൊക്കെ ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിലായാലും ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളിലായാലും ഒക്കെ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് മാറിക്കൊണ്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ വാശികളും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും നടക്കാനായി എന്തു മാർഗവും സ്വീകരിക്കുന്നു. ഭീഷണിയുടെ സ്വരമെങ്കിൽ അങ്ങനെ ഇപ്പോൾ തീർക്കുമെന്ന് പറയുകയാണ് ഒരു പ്രദേശത്തെ അപ്പാടെ. നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹം പറഞ്ഞത് ടൂറിസം കേന്ദ്രമാക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ആ ജനം മൊത്തം ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകില്ല എന്ന് പറയുന്നതിലൂടെ എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്? എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? അതായത് ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് ഒരു ട്രംപിന്റെ വേർഷനായിട്ടോ അല്ലെങ്കിൽ ഹമാസിന്റെ വേർഷനായിട്ടോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ക്രൈസിസ് ആയിട്ടോ കാണുന്നതിനേക്കാൾ ഉപരി ഇതിലെ ഫാക്ട് നമ്മൾ കൃത്യമായി അസസ് ചെയ്യുന്നതാണ് കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഹമാസ് ഈ ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നതും ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ, അതിനൊരു സംശയമില്ല. അറ്റ് ദ സെയിം ടൈം ട്രംപ് പറയുകയാണ് നിങ്ങൾ അവരെ റിലീസ് ചെയ്യില്ലെങ്കിൽ ഫിനിഷ് യു എന്ന് പറയുമ്പോൾ അതും നമുക്ക് ഈക്വലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സമാധാനത്തിലൂടെ ചർച്ചയിലൂടെ അവരുമായി നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഹ്യൂമൻ മെസാക്കർ ഇല്ലാതെ ഹ്യൂമൻ കറ്റാസ്ട്രഫി ഇല്ലാതെ ഈ വിഷയം തീർക്കുകയാണ് എങ്കിൽ അതാണ് ഇതിന്റെ ശരിയായ ഡയറക്ഷൻ. ഇപ്പോ ഒന്ന് നിങ്ങൾ ഹമാസിനെ തീർക്കും എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇത് ഹമാസുമായി മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമായി എനിക്ക് തോന്നുന്നില്ല. എന്തായിരിക്കും അദ്ദേഹം ഇന്റന്റ് ചെയ്യുന്നത്? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അതായത് ആരെയാണ് അദ്ദേഹം ആക്രമിക്കാൻ അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ അത് ഓപ്പൺ ചെയ്യുന്ന ഡോർ എന്ന് പറയുന്നത് അതിഭയാനകമായ ഒരവസ്ഥയായിരിക്കും എന്ന് കാണുന്നയാളാണ് ഞാൻ. ഇപ്പോൾ ഹമാസ് ഇവരെ അവിടെ പിടിച്ചുകൊണ്ട് പോയതും ബന്ദിയാക്കി വെച്ചിരിക്കുന്നതും ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ ഫാക്ട്. അത് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പിന്നീട് പാലസ്തീനിൽ കാണിച്ച കുരുതിയും അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് മാത്രമേ ഇതിനെ അസസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ നമ്മൾ ഈവൻ ഇന്റർനാഷണൽ ലോ കൺസിഡർ ചെയ്ത് മാത്രം നമ്മൾ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്, എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്: എങ്ങനെയാണ് ഇതേ രീതിയിൽ ഇപ്പൊ തീർത്ത് കളയും എന്നൊരു രാഷ്ട്രത്തലവൻ പറയുന്നത്? ഇപ്പോ തീവ്രവാദികളാണെങ്കിലും അവരെ എങ്ങനെയാണ് ഉന്മൂലനം ഇവരെ ഫിനിഷ് ചെയ്ത് കളയും എന്നുള്ളതാണ് ഈ മെസ്സേജിന്റെ ഒരു ആകെത്തുകയായി എനിക്ക് തോന്നുന്നു. അതിനോട് നമുക്ക് എങ്ങനെ ഈവൻ കൺസീഡ് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്തോടെ നിൽക്കട്ടെ, കൺസീഡ് ചെയ്യാൻ പറ്റും. അതായത് വയലൻസിനെതിരെ മറ്റൊരു വയലൻസ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹമാസ് ഇവരെ റിലീസ് ചെയ്യാതിരിക്കുന്നത് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അറ്റ് ദ സെയിം ടൈം ഇവർക്കെതിരെ ഇവരെയും ഹ്യൂമൻ കറ്റാസ്ട്രഫിയോടുകൂടി ഹ്യൂമൻ സഫറിങ്സോടുകൂടി ഇതുവരെ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കാണിക്കുന്നത് വയലൻസിന്റെ പാത്താണ്. ഈ രണ്ടുപേരുടെയും വയലൻസിന്റെ പാത്രത്തിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഗാസ ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്റ്റാൻഡ് പോയിന്റ് എന്തായിരുന്നു? ഈവൻ ഇപ്പം സെലൻസ്കിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ പോലും യൂറോപ്പ് എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? അവിടെ അഗ്രഷൻ ആരായിരുന്നു? യൂറോപ്പിൽ അല്ല ഈ യുക്രൈൻ ആരാണ് ദ റിയൽ അഗ്രസർ? അപ്പോ നമ്മൾ ഇതിൽ ഈ യഥാർത്ഥ പ്രശ്നത്തിന്റെ മെരിറ്റ് മനസ്സിലാക്കിയ മെരിറ്റിലൂടെ അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഈ 96-97 മുതൽ ഹമാസുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ വൈറ്റ് ഹൗസ് തയ്യാറായിരുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല. പക്ഷെ അവിടെ ആ നിലപാട് മാറുന്നു, അവരോട് സംസാരിക്കാൻ ട്രംപ് തയ്യാറാകുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ വീണ്ടും ഒരു മാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നത്. അവിടെ ഈ വിട്ട ബന്ദികളുമായി, ഹമാസ് മോചിപ്പിച്ച ബന്ദികളുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ നിലപാട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 5 അമേരിക്കക്കാർ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് യാതൊരു അനുരഞ്ജനവും ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് കാണുമോ ഒരു പക്ഷേ? അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പെർഹാപ്സ് ദാറ്റ് മേ ബി ദ കേസ്. അതായത് ഇവരെ അവിടെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ബന്ദിയാക്കി വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സംശയവുമില്ല. അത് പറയുമ്പോൾ തന്നെ അതിൽ ഇനിയും കൂട്ടക്കുരുതി നടത്താൻ പോവുകയാണ് എന്ന് ആ കൂട്ടക്കുരുതിയെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രശ്നം ഒരു നെഗോഷിയേഷനിൽ എത്തുകയും അതുവഴി ഈ വിഷയം സെറ്റിൽ ആവുകയും ചെയ്യുകയാണ്. ആ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ഐ എം ഗോയിങ് ടു ഫിനിഷ് യു, അല്ലെ ഞങ്ങളിപ്പം നിങ്ങളുടെ സ്വപ്നം എല്ലാം തകർത്ത് കളയും എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും
ഈ നമ്മുടെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള മൊത്തം ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഹമാസിനെതിരെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എവിടെയാണ് ആക്ഷൻ എടുക്കുന്നത്? അത് കറക്റ്റ് ഹമാസിനെ മുഴുവൻ എല്ലാ സ്വപ്നവും എല്ലാ ഹമാസുകളുടെയും സ്വപ്നം തീർക്കുമെന്ന് പറയുമ്പോൾ എവിടെയാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് അലയടിക്കാൻ പോകുന്നത്? ഹൗ ഈസ് ഗോയിങ് ടു ടേക്ക് ഒഫൻസീവ്? എവിടെയാണ് പോകുന്നത്? അത് പോകുമ്പോൾ ആ രാജ്യങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യും? സെലൻസ്കിയോട് ചോദിച്ചത് യു ആർ പുഷിംഗ് ദിസ് വേൾഡ് ഇൻ ടു തേർഡ് വേൾഡ് വാർ. ഈസ് നോട്ട് എ സെയിം സിറ്റുവേഷൻ ഹിയർ. അതായത് ഇദ്ദേഹം അവരെ റിലീസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് യൂസ് ചെയ്യുകയും യൂസ് ചെയ്താൽ അത് എവിടെയൊക്കെ ചെന്ന് കൊള്ളും, എവിടെയൊക്കെ ആയിരിക്കും ഇതിന്റെ റെപ്രക്കഷൻസ് ഉണ്ടാകുന്നത്? അതിലും ഭേദം ബ്ലഡ് ഷെഡ് ഒഴിവായി ഇത് ഏത് രീതിയിലാണോ ഇത് സെറ്റിൽ ആകുന്നത് ആ വിഷയത്തോടെ സെറ്റിൽ ആകുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് ഈ വീണ്ടും ഹ്യൂമൻ കറ്റാസ്ട്രഫി ഉണ്ടാകാതിരിക്കുക അതിന് നോക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ട തീരുമാനം. ഇപ്പൊ ഉദാഹരണത്തിന് ഫ്ലിപ്പ് സൈഡ് ഞാൻ പറയാം. ഇപ്പം യൂറോപ്പിലേക്ക് നിങ്ങൾ നോക്കുകയും യൂറോപ്പിലുള്ള ഈ റൈറ്റ് വിങ് പോപ്പുലിസം ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ ഈ 2 ആഴ്ച മുമ്പ് നടന്ന ഇലക്ഷൻ മുമ്പ് നടന്ന് ജർമ്മനിയിൽ നടന്ന ഇലക്ഷനിൽ റൈറ്റ് വിങ് പാർട്ടി AFD 20% വോട്ടാണ് പിടിച്ചത്. ഇതിന്റെ മറ്റൊരു സൈഡാണിത്. അതായത് ഹിറ്റ്ലറിന്റെ പാർട്ടിക്ക് കിട്ടിയതിൽ കൂടുതൽ വോട്ടാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഈ ക്രൈസിസിന് പണ്ടൊന്നും ഇതേ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ യൂറോപ്പിൽ നിന്നും റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളിപ്പോ ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് ഈ ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ UN ഫോഴ്സ് പോയിട്ടുണ്ട്. ഞാൻ ബ്രിട്ടനിൽ 20 വർഷമായിട്ട് താമസിക്കുന്നതാണ്. ഞാൻ ആ ചെല്ലുന്ന കാലഘട്ടങ്ങളിലാണ് അഫ്ഗാനിലേക്ക് UN പീസ് കീപ്പിംഗ് ഫോഴ്സ് പോകുന്നത്. അവിടെ 20 വർഷം അവിടെ പീസ് കീപ്പിംഗ് നടത്തിയിട്ട് അവസാനം ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ നിന്നാണ് മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ക്രൈസിസുകളുടെ അതിനൊക്കെ ഈ എല്ലാ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതുമായി ലിങ്ക് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് സൈഡാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊക്കെ നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്ത് ഇതിനെ വരുതിക്ക് വരുത്തുക എന്ന് പറയുന്നത് ശരി. ട്രംപ്, നമുക്കറിയാം ട്രംപിൽ നമ്മൾ മറ്റൊന്ന് പ്രതീക്ഷിക്കേണ്ട, ഒരു സമവായമോ അല്ലെങ്കിൽ ഒരു സമാധാന ശ്രമവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹത്തിന്റെ രീതി അങ്ങനെ തന്നെയാണ്. ശ്രീ PJ വിൻസെന്റ്, ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമാണ് ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ.